നമുക്ക് ഹ എന്ന അക്ഷരം നോക്കാം. ഹ ശരിക്കും അത്രേ ഇതിൽ എഴുതത്തുള്ളൂ. പിന്നെ താഴോട്ട് മറ്റക്ഷരത്തോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നത്. കണ്ടോ? ഹ ഹ ഹി ഹു ഫത്തഹ് കസറ് ലമ്മ്. ഇനി ഹ എന്നെഴുതാം. ഹ അലിഫ് ചേർത്തു. ഹായിനോട് യാ ചേർത്തു ഹീ. അതേസമയം ഹായിനോട് യാ ചേർത്ത് കസർ ഇടുമ്പോഴാണ് ഹീ. യാ ചേർത്ത് സുക്കൂനിട്ട ഹൈ. ഇത് ഹൂ. ലമ്മിടുമ്പം ഹൂ. ഹായിനോട് വാ ചേർത്ത് സുക്കൂനിട്ട ഹൗ എന്ന് വായിക്കാം. ഇത് ഹായിനോട് യാ എഴുതിയതാണ്. അതിനോട് സുക്കൂൻ ചേർക്കുമ്പോൾ ഹൈ എന്ന് വായിക്കാം. അടുത്തത് ഹായിനോട് മീമ് ചേർത്ത് എഴുതിയതാണ് ഹം. അടുത്തത് കാഫിനോട് ഹാ ചേർത്ത് എഴുതുന്നത് കഹ്വ എന്നൊക്കെ പറയും. ഇപ്പം ഇവിടെ കാഫും ഹാവും വാവും കൂടെ ചേർത്ത് എഴുതിയതാണ്. അങ്ങനെ കാഫിനോട് ഹാ ചേർത്ത് എഴുതിയതാണ്. നമുക്ക് ഹായിനോട് നമുക്ക് സീന് ചേർത്ത് എഴുതാം. അടുത്തത് ഈ ഹായിനെ ഇങ്ങനെ എഴുതും. ആദ്യം എഴുതിയ പോലെ എഴുതും. നമ്മൾ എഴുതിയ ഈ വര മുകളിലേക്ക് മുട്ടിക്കാതെ എഴുതാം. അതുപോലെ തന്നെ ഒരക്ഷരത്തിൻ്റെ അവസാനം എഴുതുന്നുണ്ടോ ഇങ്ങനെ. ഇപ്പം നോക്ക്, ബ ത എഴുതിയിട്ട് അവസാനം ഹു എന്ന് എഴുതാം. അത് നമ്മൾ പിന്നെ പഠിക്കും. അവൻ അവൻ അവനെ എന്നൊക്കെ പറയാം. ഹു. നൂനിൻ്റെ കൂടെ ഹ എഴുതിയുണ്ടോ? ഹ അപ്പം 3 തരത്തിൽ എഴുതും. അതിനൊക്കെ പ്രത്യേക പേരുണ്ട്. അത് പിന്നീട് പഠിക്കാം. ഇത് നമ്മൾ പക്ഷേ എങ്ങനെയാണെന്ന് നോക്കിക്കോ. ആദ്യം നമ്മൾ എഴുതി കാണിച്ചത് ഒരു രീതി ഉണ്ട്. കാഫിനോട് ഹാ ചേർത്ത് എഴുതിയത്. ഇത് അക്ഷരത്തിൻ്റെ അവസാനങ്ങളിൽ വരുമ്പോൾ ഇങ്ങനെയാണ്. ലാമിൻ്റെ കൂടെ ഹാ ചേർത്ത് എഴുതുമ്പോൾ അങ്ങനെ. അതേസമയം ലഹു എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയും, ലഹാ എന്ന് എഴുതുമ്പോൾ ഹായിനോട് അലിഫ് ചേർത്ത് അങ്ങനെ എഴുതും. ലഹു. ഒരക്ഷരത്തിൻ്റെ അവസാനത്തിൽ ഹാ വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക. പിന്നെ അക്ഷരത്തോട് ചേർത്ത് എഴുതാതെ ഹാ എഴുതുമ്പോൾ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ വാലില്ലാത്ത ഹാ. ഇത് താഴെ അവസാനം വരുന്നത്. ഈ അവസാനം ഒരു അക്ഷരത്തോട് ചേർന്ന് വരുമ്പോൾ ഇങ്ങനെ എഴുതും. അക്ഷരത്തോട് ചേരാതെ വരുമ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോലെ എഴുതും. പിന്നെ അക്ഷരത്തിൻ്റെ ഇടയ്ക്കും തുടക്കത്തിലും വരുമ്പോഴാണ് നമ്മൾ മലയാളത്തിൽ യാ പോലെ എഴുതുന്നത്. ഉണ്ട്. ഇങ്ങനെയാണ് അവസാനത്തിൽ ഒറ്റയ്ക്ക് എഴുതുന്നത്. ഇങ്ങനെ രണ്ടിലേതെങ്കിലും ഒന്ന്. അക്ഷരത്തിൽ ചേർത്ത് അവസാനം വരുമ്പോൾ ഇപ്പോൾ എഴുതിയതുപോലെ എഴുതും. അല്ലാതെ വരുമ്പോൾ ഇങ്ങനെ എഴുതും.